ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഫോറസ്റ്റാണ്. ഈ ഫോറസ്റ്റിലൂടെ എൻട്രി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് 70 രൂപേൻ്റെ ടോക്കണ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്പർ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ടോക്കണ്. നമ്മൾ ഗിഡലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്ന് അനന്തപുരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുമ്പോൾ കിട്ടിയ മനോഹരമായിട്ടുള്ള ഒരു ഫോറസ്റ്റാണ്. അനന്തപുരം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് കുറച്ച് പെട്ടെന്ന് എത്തേണ്ടതായിട്ടുള്ളതുണ്ട്. കുറച്ച് പാർസൽ അവിടെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ കുറച്ച് സ്പീഡായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കടുവ, സിംഹം, പുലി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഫോട്ടോസ് ഇങ്ങനെ ഓരോന്നൊക്കെ ആയിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. മനോഹരമായിട്ടുള്ള പ്രകൃതി രമണീയമായിട്ടുള്ള കാഴ്ചകളാണ്. കാടിങ്ങനെ ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇങ്ങനെ 2 മതിൽ കാണാൻ സാധിച്ചു. ഇതെന്ത് സംഭവം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലായില്ല. പക്ഷേ ഈ ഒരു സംഭവം കടന്നു കഴിഞ്ഞതിന് ശേഷമാണ് മനസ്സിലായത്. അതായത് ഒറ്റ മതിലിങ്ങനെ പോണത് മുറിച്ചിട്ട് ഇതുപോലെ 2 സൈഡിലും പിന്നീട് സിമെൻറ്റ് കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്ടിക കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അത് ഉറപ്പിച്ച് നിർത്തിയതാണ്. പിന്നീട് മണ്ണും കണ്ട് കൊഴിഞ്ഞാടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതങ്ങനെ ഒരു മതിലാണ്. ഇവിടങ്ങളിലെല്ലാം തന്നെ ഇതുപോലത്തെ ചുവന്ന നിറത്തിലുള്ള പാറക്കെട്ടുകളാണ് കാണാൻ സാധിക്കുന്നത്. പിന്നീട് നമ്മൾ മുന്നിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ പ്രകൃതി രമണീയമായിട്ടുള്ള വലിയ കാട്, നല്ല രസകരമായിട്ടുള്ളൊരു കാടാണ് കാണാൻ സാധിക്കുന്നത്. ലോറികൾ കാര്യങ്ങളൊക്കെ അതിൽ കൂടെ വരുന്നുണ്ടെങ്കിൽ കൂടി വണ്ടികൾ ഓവർ പാസിംഗ് ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. നമ്മുടെ അട്ടപ്പാടി ചുരത്തൊക്കെ പ്രതിനിധീകരിക്കുന്ന രീതിയിലാണ് ഈ ഒരു ചുരത്തെ നോക്കി കാണാൻ സാധിച്ചത്. റോഡുകളെല്ലാം തന്നെ ആ ഒരു രൂപത്തിലാണ് കാണാൻ സാധിക്കുന്നത്. അങ്ങനെ നമ്മൾ കുറച്ച് മുന്നിലേക്ക് വന്നപ്പോൾ ഇതുപോലെ ഫില്ലറുകൾ വെച്ചിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്. ഒരുപാട് ഫില്ലറുകൾ കാണുന്നുണ്ട്. ഇതെന്താ സംഭവം എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ഒരുപാട് എണ്ണം ഉണ്ട്. അത് കാണുന്ന ഏരിയയിലെല്ലാം തന്നെ ഏകദേശം വാട്ടർ ലെവലാക്കിയിട്ടാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കൂടി എന്താണ് സംഭവം എന്നുള്ളത് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. പിന്നീട് നമ്മൾ താഴെ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ അവിടെ എല്ലാം തന്നെ ഒരു റെയിൽവേ ട്രാക്ക് പോകുന്നുണ്ട്. ഈ കാടിൻ്റെ സെൻറ്ററിൽ ആ ഒരു റെയിൽവേ ട്രാക്ക് ഇങ്ങനെ കാണാൻ തന്നെ വേറെ തന്നെ ഒരു രസകരമാണ്. അവിടെ ഇങ്ങനെ നല്ല കോട മൂടിയ ഒരു പ്രകൃതിയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആ റെയിൽവേ ട്രാക്കിൻ്റെ ഒരു സൈഡിലൂടെ ആയിട്ട് ഈ ഒരു റോഡിൻ്റെ ഭാഗം കടന്നു പോകുന്നുണ്ട്. അതും ഇവിടെ വിട്ടു നിന്ന് കാണാൻ വളരെയധികം രസകരമായിട്ടുണ്ട്. പിന്നീട് നമ്മൾ സൺസെറ്റ് നോക്കുമ്പോൾ അതും അടിപൊളിയായിട്ടുണ്ട്. ഏകദേശം ഒരു ഉച്ചയോടെ അടുത്തൊരു സമയമാണെങ്കിൽ കൂടി ഇവിടുത്തെ പ്രകൃതിയുടെ ഈ ഒരു സുന്ദരമായ കാഴ്ചകളും കാഴ്ചപ്പാടുകളും ഈ ഒരു സംഭവങ്ങളൊക്കെ ഇങ്ങനെയാണ്. പിന്നീട് നമ്മൾ ആ ഫില്ലറിലേക്ക് തന്നെ നോക്കി ഇങ്ങനെ നിന്ന് പോയി എന്നുള്ളതാണ് എന്താ സംഭവം എന്നറിയാതെ. പിന്നീട് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ സൈഡിൽ കാണുന്ന ചുമരുകളിലെല്ലാം തന്നെ മാർബിളിന് ഗ്രാനൈറ്റിനൊക്കെ ടച്ചിങ് വരുന്ന രീതിയിലുള്ള മൺകൂനകൾ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ചുമരുകളാണ് കാണാൻ സാധിക്കുന്നത്. പിന്നെ കണ്ടില്ലേ ആ ഫില്ലറുകൾ എന്താണ് ഇത് എന്ന് മനസ്സിലാവാത്ത രീതിയിലാണ് ഒറ്റ ഫില്ലർ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. അതിലെന്തോ ഒരു സംഭവം പണ്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം, ഇപ്പോൾ ഒന്നും കാണാനില്ല, ശൂന്യമാണ് എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ ആ വിട്ടിൽ നിന്ന് കണ്ടിരുന്ന ആ ഒരു റെയിൽവേ ട്രാക്കിൻ്റെ ആ ഒരു ഏരിയയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ നിന്ന് കണ്ട ആ റോഡിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ സൂര്യനെല്ലാം തന്നെ അസ്തമിക്കുന്ന ആ ഒരു സമയത്തേക്ക് ആണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വരുന്ന വഴിയിൽ കണ്ടതാണ് ഇതുപോലെ ലോറികളെല്ലാം തന്നെ ബ്രേക്ക് ഡൗൺ ആയി നിൽക്കുന്ന കാഴ്ച. 2ാമത്തെ വണ്ടിയാണ് ഈ കാണുന്നത്. അതുകൊണ്ടാണ് ഞാനത് വീഡിയോ എടുത്തത്. എന്ത് സംഭവം എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം ഇവിടെയൊക്കെ നിരന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് കൂടുതൽ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള സെറ്റിങ്സ് ആയിരിക്കും വണ്ടിക്ക് ഉണ്ടാവുക എല്ലാ കാര്യത്തിലും, വലിയവും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ. പിന്നീട് ഇതുപോലത്തെ കയറ്റിറക്കി ഉള്ള സ്ഥലങ്ങളിലേക്കെല്ലാം ലോഡ് കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ ചിലപ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ വന്നിട്ടായിരിക്കാം ഇങ്ങനത്തെ ബ്രേക്ക് ഡൗൺ കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നത് എന്ന് എനിക്ക് തോന്നിപ്പോയി. പിന്നീട് നമ്മളിങ്ങനെ മുന്നിലേക്ക് പോകുമ്പോൾ 2 സൈഡിൽ നിന്നും മരങ്ങളുടെ ഇലകളും കാര്യങ്ങളെല്ലാം തന്നെ 2 സൈഡിൽ നിന്നും റോഡിലേക്ക് ഇങ്ങനെ വന്നിട്ട് ഒരു ഗുഹയെ മാതൃകയാക്കിയിട്ടുള്ള രീതിയിലാണ് ഇങ്ങനെ റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നീട് നമ്മൾ ഈ ഒരു ചുരത്തിൻ്റെ അടിഭാഗത്തേക്ക് എത്തിയപ്പോൾ ഇതുപോലെയുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. കാട്ടിലെ ആളുകൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഈ ഒരു ഏരിയ കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് കുറച്ചും കൂടി കാട് കിട്ടാനുണ്ടെങ്കിൽ കൂടി ഈ ഒരു ഏരിയയിലെ ഈ ഒരു പ്രത്യേകത ഇങ്ങനെയൊക്കെയാണ് കാണാൻ സാധിച്ചത്. ആദിവാസികൾ അല്ലെങ്കിൽ കാട്ടിൻ്റെ അവകാശികൾ